അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് ഈ കയറി വരുന്ന മഗ്‌രിബോട് കൂടിയിട്ടുള്ളത് സഫറിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അള്ളാഹുവിൻ്റെ മുത്ത് റസൂല് ജനിച്ചതുമായിട്ടുള്ള മാസമായ റബീഉൽ അവ്വൽ മാസമാണ് നമ്മളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഈ അവസാനത്തെ സഫറിലെ അവസാനത്തെ ഈ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലൊക്കെ നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് ദുആ ചെയ്താലും അല്ലാഹു തആല പെട്ടെന്ന് അത് സ്വീകരിക്കണം. നമ്മൾ എന്ത് റബ്ബിനോട് ചോദിച്ചാലും പെട്ടെന്ന് അതിന് നമുക്ക് ഉത്തരം കിട്ടണം എന്ന്. അത് എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. അപ്പം അത്തരത്തിൽ നമ്മുടെ ഏത് ആഗ്രഹവും അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കാനും നമ്മുടെ ഏത് ആഗ്രഹവും ആവശ്യവും ഉദ്ദേശവും അല്ലാഹു തആല പെട്ടെന്ന് നമുക്ക് നടത്തി തരാനും നമ്മൾ ചെയ്യുന്ന ഏതു ദുആക്കും അള്ളാൻ്റെ മലായികത്തീങ്ങളുടെ പ്രാർത്ഥന കൂടെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്റുണ്ട്. ഈ ദിക്റ് നിങ്ങൾ ദിവസവും പതിവാക്കുക. ഈ ഒരു ദിക്റിനെ ദിവസവും നിങ്ങളങ്ങ് പതിവാക്കുക, പതിവായി ചൊല്ലുക. ഇത് ചൊല്ലിക്കൊണ്ട് നിങ്ങളൊന്ന് റബ്ബിനോട് ദുആ ചെയ്ത് നോക്കി. അള്ളാൻ്റെ മലായികത്തീങ്ങളുണ്ടല്ലോ, അള്ളാൻ്റെ മലക്കുകൾ, കോടാനക്കോടി മലക്കുകളുണ്ട്. ഈ മലക്കുകൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. അള്ളാൻ്റെ മലക്കുകൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അള്ളാൻ്റെ മലക്കുകൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഏത് സമയത്തും അള്ളാൻ്റെ മലക്കുകൾ നമ്മളെ കൂടെ ഉണ്ടാകാൻ നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു ദിക്റിനെ ഒരു ദിവസത്തിൽ ഒരു വട്ടമൊന്നും ചൊല്ലിയാൽ പോരാ, ഒരു ദിവസത്തിൽ ഒരുപാട് വട്ടം നിങ്ങൾ ചൊല്ലണം. അപ്പോൾ എത്ര എണ്ണം എന്ന് നിങ്ങൾ ചോദിക്കും. എത്ര എണ്ണം എന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അള്ളാഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു അടിമയായി നിങ്ങൾ മാറും. കാരണം ഈ ഒരു ദിക്റിന് അത്രക്കും ഫലമുള്ളൊരു ദിക്റാണ്. അപ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു അടിമയായി മാറിയാൽ അള്ളാഹിൻ്റെ മലായികത്തീങ്ങളും നിങ്ങളെ ഇഷ്ടപ്പെടും. അള്ളാഹിൻ്റെ മലായികത്തീങ്ങൾ നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ദുആക്കും അള്ളാഹിൻ്റെ മലായികത്തീങ്ങളുടെ ആമീൻ കൂടെ ഉണ്ടാകും. അപ്പോൾ അല്ലാഹു തആല പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സഫലീകരിച്ച് തരും. അങ്ങനെയാണ് നമ്മളെ മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹിൻ്റെ മലായികത്തീങ്ങളുടെ ദുആ കൂടെ നമുക്കുണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ദിക്റിനെ മാത്രം നമ്മൾ ചൊല്ലിയാൽ പോരാ. നിസ്കാരം നമ്മൾ ഖളാ ആക്കാൻ പാടില്ല. നിസ്കാരം 5 വക്ത് ഫർള് നിസ്കാരമുണ്ട്. ഈ ഫർള് നിസ്കാരം നിങ്ങൾ ഫർളായിട്ട് തന്നെ നിസ്കരിക്കുക. ഖളാ ആവാതെ അദാ ആയിക്കൊണ്ട് നിങ്ങൾ നിസ്കരിക്കുക. ഫർള് നിസ്കാരത്തിനെ ഒരിക്കലും നിങ്ങൾ ഖളാ ആക്കാൻ പാടില്ല. അപ്പം അദാ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ നിസ്കരിക്കുക. അതുപോലെ ഖുർആനും ഓതിക്കൊണ്ടേയിരിക്കണം. ഖുർആൻ എപ്പോഴും നിങ്ങൾ ഓതണം. ഖുർആനിലെ ആയത്തുകളും ഖുർആനിലെ ചെറിയ ചെറിയ സൂറത്തൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ആളുകളുടെ പ്രാർത്ഥനയാണ് അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കുക. അള്ളാഹിനെ എപ്പോഴും ഓർക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹിൻ്റെ അടുക്കലിൽ നിന്ന് ഉത്തരം കിട്ടുന്നതും. അല്ലാതെ ഒരു ആവശ്യം വരുമ്പോൾ മാത്രം അള്ളാഹിനെ വിളിച്ചതുകൊണ്ട് കാര്യമില്ല.